ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ്, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ ലോഗോ എക്സ്പ്ലോഷൻ എഫക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ഞാൻ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് ലോഗോ ഒന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ലോഗോ ആഡ് ആക്കി. ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് എഫക്റ്റ് എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ലോഗോ കോംബ് ആഡ് ആക്കി. ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു. കളർ ഏതായാലും കുഴപ്പമില്ല, പ്ലേസ് ചെയ്ത് ബോട്ടമിലിട്ടു. ഇതിൽ ഞാൻ എഫക്ട്സ് പ്രീസസിൽ പോയി ഗ്രേഡിയന്റ് റാമ്പ് ആഡ് ആക്കി. എൻ കളറിൽ കാണുന്ന ഈ കളർ പിക്കർ സെലക്ട് ചെയ്ത് ബ്ലൂ കളർ സെലക്ട് ചെയ്തു. റാം ഷേപ്പ് റേഡിയൽ റാം. ടോപ്പിൽ കാണുന്ന ആങ്കർ പോയിന്റ് ഞാൻ മിഡിലിൽ പ്ലേസ് ചെയ്തു വെച്ചു. സ്റ്റാർട്ട് കളർ ഞാൻ ചേഞ്ച് ചെയ്ത് വൈറ്റ് ആക്കി. ബാക്ക്ഗ്രൗണ്ട് ലെയർ ഹൈഡ് ചെയ്തു. എന്നിട്ട് ഇഫക്ട്സ് പ്രീസസിൽ പോയി CC പിക്സൽ പോളി ആഡ് ആക്കി. ഈ ലോഗോ കോമ്പിൽ ഗ്രാവിറ്റി 0, സ്പിന്നിങ് 0, സ്പീഡ് റാൻഡംനെസ് 50, ഗ്രിഡ് സ്പേസിംഗ് 1, ഒബ്ജക്ട് സ്ക്വയർ. ഗ്ലോ ആഡ് ആക്കി. ഈ ലോഗോ കോമ്പിൽ ഗ്ലോ ഇൻറ്റൻസിറ്റി 0.5, CC ഫോഴ്സ് മോഷൻ ബ്ലർ ആഡ് ആക്കി ലോഗോ കോമ്പിൽ. ഇനി ഞാൻ ഈ ലോഗോ കോമ്പിന്റെ 2 ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ലോഗോ 2 ആൻഡ് ലോഗോ 3 എന്ന് റീനെയിം ചെയ്തു. എന്നിട്ട് ഈ ലോഗോ 2 ആൻഡ് ലോഗോ 3യിൽ കാണുന്ന ഇഫക്ട്സ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. At the beginning of the timeline ഞാൻ ഒപ്പാസിറ്റി കീ ഫ്രെയിം സെറ്റ് ചെയ്തു ഫോർ ലോഗോ 2 കോംബ് ആൻഡ് ലോഗോ കോംബ്. ഇതിൽ ഞാൻ ലോഗോ കോമ്പിലെ ഒപ്പാസിറ്റി 0 ആക്കി. 5 ഫ്രെയിംസ് മുന്നോട്ട് പോയി ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്ത് 100 ആക്കി. ഇൻ ലോഗോ കോംബ് ലോഗോ 2 കോമ്പിലെ കീ ഫ്രെയിം ഞാൻ ചേഞ്ച് ചെയ്ത് 0 ആക്കി. 5 സെക്കൻഡ്സിൽ പോയി ഞാൻ ലോഗോ 3 ഒപ്പാസിറ്റി കീ ഫ്രെയിം സെറ്റ് ചെയ്തു, ചേഞ്ച് ടു 0. ലോഗോ കോംബ് ഒപ്പാസിറ്റി കീ ഫ്രെയിം സെറ്റ് ചെയ്തു. 1 ഫ്രെയിം മുന്നോട്ട് പോയി ലോഗോ കോംബ് ഒപ്പാസിറ്റി 0 ആക്കി. ലോഗോ 3 കോംബ് 10 ഫ്രെയിംസ് മുന്നോട്ട് പോയി ഒപ്പാസിറ്റി കീ ഫ്രെയിം 100 ആക്കി. ഇനി ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. നോയ്സ് ആഡ് ആക്കി. Amount of noise 5. Uncheck use color noise and clip result values. Time displacement add ആക്കുക adjustment ലെയറിൽ. Time displacement layer, background layer. Source, effects and mask. Map displacement time 1.5. ഇനി ഞാൻ പ്ലേ ഹെഡ് 5 സെക്കൻഡ് ആൻഡ് 10 ഫ്രെയിംസിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഒപ്പാസിറ്റി കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ഗോ 1 ഫ്രെയിം ഫോർവേഡ്, ചേഞ്ച് ടു 0. ഒപ്റ്റിക്സ് കോമ്പൻസേഷൻ ആഡ് ആക്കുക അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ. ചെക്ക് റിവേഴ്സ്ലെസ് ഡിസ്റ്റോർഷൻ. ഫീൽഡ് ഓഫ് വ്യൂ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക at 1 സെക്കൻഡ്. ഞാനൊരു 4 സെക്കൻഡ്സിൽ പോയി ഫീൽഡ് ഓഫ് വ്യൂ 180 ആക്കി. ഇനി ഞാൻ 10 ഫ്രെയിംസ് മുന്നോട്ട് പോയി കീ ഫ്രെയിം സെറ്റ് ചെയ്ത് വീണ്ടും 6 സെക്കൻഡ്സിൽ പോയി ഫീൽഡ് ഓഫ് വ്യൂ 0 ആക്കി. ഇപ്പോൾ ഇതുപോലെ ഒരു ആനിമേഷൻ കിട്ടും. ഇപ്പോൾ സപ്പോസ് ബിഗിനിങ്ങിൽ തന്നെ ഈ ഒരു എക്സ്പ്ലോഷൻ വേണ്ട എങ്കിൽ ലോഗോ കോംബ് സെലക്ട് ചെയ്യുക. എൻ്റെ CC പിക്സൽ പോളി കാണുന്ന സ്റ്റാർട്ട് ടൈം ചേഞ്ച് ചെയ്ത് 1 കൊടുത്താൽ മതി. അതുപോലെ എൻഡിൽ ഈ പാർട്ടിക്കിൾസ് വേണ്ട എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ കാണുന്ന ഫീൽഡ് ഓഫ് വ്യൂവിന്റെ എൻ കീ ഫ്രെയിം കുറച്ചും കൂടി മുന്നോട്ട് പ്ലേസ് ചെയ്താൽ മതി. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക. താങ്ക് യു.